ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ 15 വർഷം പ്രവാസ ജീവിതം നയിച്ച ജിതേഷാണ് കൂടെ ഉള്ളത്. അപ്പോൾ ജിതേഷിനോടൊരു 5 ചോദ്യങ്ങൾ ചോദിച്ചാലോ? റെഡി? ഓക്കെ. പ്രവാസിയായിട്ട് ആദ്യമായിട്ട് കിട്ടിയ സാലറി ഓർമ്മയുണ്ടോ? ആ സാലറിയിൽ ജിതേഷിന് വേണ്ടി ചെയ്തത്? ഞാൻ അന്ന് ഒരു ലാപ്ടോപ്പ് വാങ്ങി. ആദ്യത്തെ സാലറിക്ക് ഒരു ലാപ്ടോപ്പാണ് വാങ്ങിയത്. ഓക്കെ. യാത്ര ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളല്ലേ? ഇപ്പോൾ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാരണം ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? അത് കാശ്മീരാണ്. ലാസ്റ്റ് ഇയർ പോയത്. ലാസ്റ്റ് ഇയർ ഏപ്രിലിൽ. അത് അതിനുശേഷമാണ് ആക്ച്വലി കാശ്മീരിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ ഇനിയും അവിടെ പോകാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും പോകും. ഇവിടെ യു എയിലും നാട്ടിലും ഇവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ ലോവും നിയമങ്ങളൊക്കെ വളരെ വ്യത്യാസമാണല്ലോ. അപ്പോൾ യു എയിൽ ഏത് സിസ്റ്റമാണ് നാട്ടിൽ വന്നിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിയിട്ടുള്ളത്? അത് തീർച്ചയായിട്ടും റോഡ് നിയമങ്ങൾ, ഗതാഗത നിയമം, റോഡ് ആൻഡ് സേഫ്റ്റി. അത് നിയമങ്ങൾ മാറുകയാണെങ്കിൽ ഒരുപാട് മാറണം. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ റോഡൊക്കെ നല്ല രീതിയിൽ വികസിച്ച് വരുന്നുണ്ട്. പക്ഷേ അതിലൂടെ വാഹനം ഓടിക്കാൻ ആൾക്കാർക്കുള്ള പരിമിതികളുണ്ട്. അവരുടെ എന്താ പറയുക, പുതിയ തരം റോഡുമായിട്ട്. എന്നാൽ വാഹനങ്ങളൊക്കെ നല്ല പുതിയ വാഹനങ്ങളാണ്. സ്പീഡായാലും ശരി, ടെക്നോളജി ആയാലും ശരി, എല്ലാം. പക്ഷെ അത് കൂടെ ഓടിച്ച് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അതിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ അറിയാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ആണ് ഇപ്പോൾ അപകടങ്ങൾ കൂടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശക്തമായ ഗതാഗത നിയമങ്ങൾ അത് വരണം എന്നാണ് ആദ്യത്തെ പ്രയോറിറ്റി. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിലാണെങ്കിലും ശരി, ഇപ്പോൾ എന്താ പറയുക, ഈ AI ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ആക്ച്വലി ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് റോഡ് ആൻഡ് സേഫ്റ്റി. ഓക്കെ. നാട്ടിൽ ഇലക്ഷൻ വരുവാണല്ലോ അപ്പോൾ ഈ ഇലക്ഷനിൽ ഈ പുതുതായിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന വോട്ടർമാരോടൊക്കെ ജിതേഷിനൊരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും കൊടുക്കാൻ ഉണ്ടാവുക? ആക്ച്വലി ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഞാനും ആദ്യത്തെ വോട്ടറാണ്. ഒരുപാട് കാലമായില്ല നമുക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ആദ്യത്തെ വോട്ടർമാരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാലം ആൾക്കാർ പലരെയും, ഇപ്പോൾ നമ്മുടെ നാട് ഈ പറഞ്ഞ 19 വർഷമായിട്ട് പലരും ഭരിക്കുന്നുണ്ട്. റിസൾട്ട് നോക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ ചെയ്തത്, എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടി. പിന്നെ കപട രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുക. പിന്നെ പാരമ്പര്യ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുക. തീർച്ചയായിട്ടും പുതിയ തലമുറ വരുന്നുണ്ട്, പുതിയ ടെക്നോളജി വരുന്നുണ്ട്. വിഷൻ ഉള്ള ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുക. അല്ലാതെ പാരമ്പര്യമായിട്ട് എന്താ പറയുക, ഇലക്ഷൻ ആകുമ്പോൾ കുറേ പ്രകടന പത്രികകളായിട്ട് വന്നിട്ട് ഞങ്ങളിതൊക്കെ ചെയ്യും, പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരും, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യും ഇനിയും എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ തിരിച്ചറിയുക. അവരിൽ നിന്ന് മാറ്റം ഉണ്ടാക്കുക. പുതിയ തലമുറ തീർച്ചയായിട്ടും പുതിയ വിഷന് പിന്നാലെ പോവുക. ഓക്കെ. ജിതേഷിന് ചെറുപ്പത്തിൽ എന്തായിരുന്നു ആഗ്രഹം? എന്തായിരുന്നു എന്ത് നേടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? അപ്പോൾ അത് ഇപ്പോൾ ആ ആഗ്രഹത്തിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇപ്പോൾ? വളരെ ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തെളിക്കുന്നതോടെ കൂടെ പോകുക എന്നുള്ള ഒരു തരം സങ്കല്പമായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്ത് ഉള്ള പലരും നമ്മുടെ എന്താ പറയുക, മുൻ തലമുറക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ഏട്ടന്മാരൊക്കെ പറയുന്ന പോലെ അവരിന്നത് പഠിക്കുന്നു, എന്നാൽ നീയോ അത് പഠിക്കാൻ പോയിക്കുമെന്ന് പറയുന്നു, ഞാനത് പഠിക്കാൻ പോകുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആവണം, ഇന്നതുപോലെയൊക്കെ ആവണം എന്നുള്ളൊരു തോന്നൽ വന്നത്. തീർച്ചയായിട്ടും ആ തോന്നലിൻ്റെ പുറകെ തന്നെയാണ്. സക്സസ്ഫുൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ സക്സസ്ഫുൾ തന്നെയാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഗ്രോത്തേ ഉള്ളൂ എവിടെ ആയാലും. ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല, ദൈവം സഹായിച്ചു. ഓക്കെ, താങ്ക് യു. എല്ലാ സക്സസ്ഫുൾ ലൈഫിൽ ഉണ്ടാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.